കോവിഡ്-19 മഹാമാരിക്ക് 5 വർഷത്തിനു ശേഷം ചൈനയെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കീഴടക്കിയിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. വൈറസ് അതിവേഗം പടരുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയകളിലെ പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും കോവിഡിനോട് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ചൈനയിലുള്ളതെന്നും ഈ പോസ്റ്റുകൾ അവകാശപ്പെടുന്നു. മാത്രമല്ല, വൈറസിന്റെ വ്യാപ്തി കാരണം ചൈന അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയധികം ആളുകളെ എളുപ്പത്തിൽ കീഴടക്കിയ HMPV വൈറസ് എന്താണ്? വൈറസിന്റെ അപകട സാധ്യതകൾ എത്രത്തോളമാണെന്ന് പരിശോധിക്കാം. കോവിഡിനോട് ഏറെ സമാനതകളുള്ള ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയോ വാക്സിനോ ഇല്ല എന്നുള്ളതാണ് വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നത്. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിലും സങ്കീർണതകൾ തടയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രോഗബാധിതർക്കുള്ള ചികിത്സ നൽകുക മാത്രമാണ് ഏക വഴി. ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് HMPV. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും വൈറസിന് കീഴ്പ്പെടുത്താൻ കഴിയും. കൊച്ചുകുട്ടികൾ, പ്രായമായവർ തുടങ്ങി ഉയർന്ന രോഗപ്രതിരോധ ശേഷി ഉള്ളവർക്ക് പോലും HMPVയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിഞ്ഞെന്ന് വരില്ല. 2001 HMPV വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. മറ്റ് ശ്വാസകോശ സംബന്ധമായ അണുബാധകളെപ്പോലെ തന്നെ ചുമ, പനി, ജലദോഷം, ശ്വാസതടസ്സം എന്നിവയാണ് HMPVയുടെയും സാധാരണ ലക്ഷണങ്ങൾ. എന്നാൽ അതിതീവ്രമായ കേസുകളിൽ മാത്രം വൈറസ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള സങ്കീർണതകളിലേക്ക് വഴിമാറും. HMPVയുടെ ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി 3 മുതൽ 6 ദിവസം വരെയാണ്. എങ്കിലും അണുബാധയുടെ തീവ്രതയനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്ത കാലയളവിലേക്ക് നീണ്ടു നിൽക്കുമെന്നു മാത്രം. കോവിഡ് പകരുന്നതിനോട് സമാനമായി തന്നെ ചുമ, തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴി HMPV ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറാൻ സാധിക്കും. അതുപോലെ രോഗിയുമായുള്ള അടുത്ത സമ്പർക്കം മലിനമായ പ്രതലങ്ങളിൽ സ്പർശിക്കുകയും തുടർന്ന് വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുക തുടങ്ങിയ സാഹചര്യങ്ങളും വൈറസിന് ഗുണം ചെയ്യും. CDC പ്രകാരം HMPV ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ദുർബല പ്രതിരോധശേഷിയുള്ള വ്യക്തികൾക്കും ഉയർന്ന അപകട സാധ്യതകൾ ഉണ്ടാക്കും. അതിനാൽ രോഗലക്ഷണങ്ങൾ വന്നതിനു ശേഷം പനി മാറ്റമില്ലാതെ 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആശുപത്രിയിലെത്തേണ്ടത് പ്രധാനമാണ്. അതേസമയം ചൈനയുടെ അവസ്ഥ വഷളായെന്ന് കാട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രകാരമുള്ള വിവരങ്ങളിൽ ചൈനീസ് ഗവൺമെന്റ് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും അജ്ഞാത ന്യൂമോണിയ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടെന്നും അതിനുള്ള നിരീക്ഷണ സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി വെള്ളിയാഴ്ച പറഞ്ഞതായും റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. 5 വർഷം മുൻപ് കോവിഡ്-19 കാരണമാകുന്ന നോവൽ കൊറോണ വൈറസ് ആദ്യമായി ഉയർന്നു വന്നപ്പോൾ അജ്ഞാത രോഗകാരികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രോട്ടോകോളുകളോട് സമാനമാണ് ഇതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും രോഗനിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് കേസുകൾ പരിശോധിക്കാനും ഒരു നടപടിക്രമം സ്ഥാപിക്കുമെന്ന് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വന്നിരുന്നു. മാത്രമല്ല, അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡാറ്റ അനുസരിച്ച് ചൈനയിൽ ഡിസംബർ 16 മുതൽ 22 വരെയുള്ള സമയത്ത് മൊത്തത്തിലുള്ള അണുബാധകൾ കുത്തനെ വർദ്ധിച്ചതായി വ്യാഴാഴ്ച പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക പ്രസ്താവനയും പറഞ്ഞിരുന്നു. കൂടാതെ അടുത്തിടെ കണ്ടെത്തിയ കേസുകളിൽ റീനോ വൈറസ്, ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് തുടങ്ങിയ രോഗാണുക്കളും ഉൾപ്പെടുന്നു. വടക്കൻ പ്രവിശ്യകളിൽ 14 വയസ്സിന് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കേസുകളുടെ ഉയർന്ന പ്രവണതയുമുള്ളതായി ചൈനീസ് മാധ്യമങ്ങളിലെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്.